സഹോദരൻ അയ്യപ്പൻ പറഞ്ഞ ഒരു മിശ്രഭോജനത്തിന്റെ ഒരു വലിയ സന്ദേശമുണ്ട്. അത് കൃത്യമായി ഇന്ന് നടക്കുന്ന ഇടം ഏതാണെന്ന് ചോദിച്ചാൽ അത് ക്യാമ്പസുകളാണ്. കാരണം ക്യാമ്പസുകളുടെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് പൊതിച്ചോറിന്റെ രാഷ്ട്രീയമാണ്. വീട്ടിൽ നിന്നും മമ്മിയും ഉമ്മയും അമ്മയും ഒക്കെ പൊതിച്ചു വിടുന്ന പൊതിച്ചോറ്, 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 പൊതിച്ചോറ്. മമ്മിയും ഉമ്മയും അമ്മയും പൊതിച്ചോ, അമ്മിയും ഉമ്മയും അമ്മയും പൊതിച്ചോ, അമ്മിയും ഉമ്മയും അമ്മയും പൊതിച്ചോ, 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 പൊതിച്ചോ. അമ്മിയും ഉമ്മയും അമ്മയും, അമ്മിയും ഉമ്മയും അമ്മയും, അമ്മിയും ഉമ്മയും അമ്മയും പൊതിച്ചോ, പൊതിച്ചോ. അമ്മിയും ഉമ്മയും അമ്മയും പൊതിച്ചോ, പൊതിച്ചോ. അമ്മിയും ഉമ്മയും അമ്മയും നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു. എല്ലാവർക്കും വിദ്യാഭ്യാസം, എല്ലാവർക്കും തൊഴിൽ എന്ന പ്രമുഖ യുവജന സംഘടനയുടെ അടിസ്ഥാന മുദ്രാവാക്യം എക്സാലോജിക് എന്ന കമ്പനി വഴി പിണറായിയുടെ കുടുംബത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കവേ ഡിവൈഎഫ്ഐയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി 2017 ഉയർത്തിക്കൊണ്ടുവന്നതും സമൂഹത്തിൽ വൻ സ്വീകാര്യമായതുമായ ഒരു പദ്ധതിയാണ് വയറിരിക്കുന്നവരുടെ മിടി നിറയാതിരിക്കാൻ എന്ന മുദ്രാവാക്യം ഉയർത്തി നടപ്പാക്കിയ സൗജന്യ പൊതിച്ചോറ് വിതരണ പദ്ധതിയായ ഹൃദയപൂർവ്വം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും RCCയിലുമായി തുടങ്ങിവെച്ച ഈ പദ്ധതി പിന്നീട് കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലാ കമ്മിറ്റികളും ഏറ്റെടുത്ത് ജില്ലയിലെ പ്രധാനപ്പെട്ട സർക്കാർ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് നടപ്പാക്കുകയുണ്ടായി. മറ്റു സംഘടനകൾ മാതൃകയാകേണ്ട വിപ്ലവകരമായ ഒരു സാമൂഹ്യ സേവന പദ്ധതി തന്നെയാണ് ഹൃദയപൂർവ്വം. അതിപ്പോ ഗോവിന്ദചാമിയാണ് നടപ്പിലാക്കുന്നതെങ്കിലും നല്ലതിനെ നല്ലത് എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. പക്ഷേ ഇവിടെ നിങ്ങൾ സൗമ്യയെ ബലാത്സംഗം ചെയ്ത് കൊന്നത് എന്തിനാന്നരാധമാ എന്ന ചോദ്യത്തിന് ഉത്തരമായി ഗോവിന്ദചാമിയുടെ അനുയായികൾ ഞങ്ങൾ പൊതിച്ചോറ് വിതരണം ചെയ്യുന്നില്ലേ എന്നൊരു ചോദ്യം ചോദിച്ചാൽ അത് ബാലൻസ് ആകുമോ? സത്യത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പ് കക്ഷി രാഷ്ട്രീയ സംവാദങ്ങളിൽ ചിന്താ ജെറോം നടത്തിയ സ്റ്റേറ്റ്മെന്റിനോടുള്ള പ്രതികരണമല്ല ഈ വീഡിയോ. ഇത് കാലങ്ങളായി അന്തമടിമകൾ വെച്ചു നടത്തുന്ന ഒരു ബാലൻസിംഗ് രാഷ്ട്രീയമാണ്. ഹൃദയപൂർവ്വം എന്ന പദ്ധതിയെ സംവാദ ഏടുകളിൽ ഉത്തരം കിട്ടുമ്പോൾ ജാമ്യത്തിനായി എടുക്കുന്ന ഒരു പ്രവണതയുണ്ട്. സമൂഹ മാധ്യമ സംവാദ ഏടുകൾ ശ്രദ്ധിക്കുന്നവർക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ കഴിയും. രാഷ്ട്രീയ സാക്ഷരതയില്ലാത്ത അന്തം അടിമകൾ സംവാദ മുഖങ്ങളിൽ കാര്യങ്ങൾ ചുറ്റിവളച്ച് ഏറ്റവും ഒടുവിൽ പൊതിച്ചോറിൽ കൊണ്ട് കെട്ടി തലയിടുന്ന കാഴ്ച. ഇതിന് പരിണമിച്ച് TP ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിൽ വരെ എത്തി നിൽക്കാൻ സാധ്യതയുണ്ട്. കൊല ചെയ്യുന്നതിന് മുൻപ് ചന്ദ്രശേഖരന് കൊടിസുനി ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് വാരി ഊട്ടിയിരുന്നു എന്ന നിലയിലേക്ക് വരെ അടിമകളുടെ സംവാദങ്ങൾ എത്താൻ അധിക സമയം വേണ്ടിവരില്ല. ഹൃദയപൂർവ്വം എന്ന പദ്ധതി അണികളുടെ പിൻബലം കൊണ്ട് നടപ്പിലാക്കാൻ ശേഷിയുള്ള ഒരു പ്രസ്ഥാനം ഡിവൈഎഫ്ഐ തന്നെ എന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. മദർ തെരേസ അന്നദാനം നടത്തിയെങ്കിൽ അത് കഴിച്ചവരൊക്കെ ഭാവി ക്രിസ്ത്യാനികളാണ് എന്നതിന്റെ നിശബ്ദ രൂപമാണ് ഹൃദയപൂർവ്വം പദ്ധതി എന്ന് തോന്നിയാൽ അതിനെ തെറ്റു പറയാൻ പറ്റുമോ? എന്തു പറഞ്ഞാലും ഒടുവിൽ പൊതിച്ചോറിന്റെ കാരുണ്യത്തിൽ കൊണ്ട് കിട്ടും. തെരേസയ്ക്ക് മതപരിവർത്തനമാണ് ലക്ഷ്യമെങ്കിൽ ഡിവൈഎഫ്ഐക്കും അന്തം അടിമകൾക്കും ചെയ്തു കൂട്ടുന്ന പോക്രിത്തരത്തിന്റെ ബാലൻസിംഗ് ആണ് ഇതുകൊണ്ട് ലക്ഷ്യം. മനസ്സിലാക്കുക, നിങ്ങൾ ഒരു ചാലകം മാത്രമാണ്. നിങ്ങൾ വിതരണം ചെയ്യുന്ന സൗജന്യ പൊതിച്ചോർ ക്ഷേമ പെൻഷൻ മുടങ്ങിയത് കാരണം ലുബ്ധിച്ച് ജീവിക്കുന്നവരുടെ വിയർപ്പിന്റെ പങ്കാണ്. അതിൽ കമ്മിയും സംഖ്യയും സുഡാപ്പിയും കൊങ്ങിയും ലീഗുകാരനും ഒക്കെ ഉൾപ്പെടും. അവർ രാഷ്ട്രീയം നോക്കാതെ മുണ്ട് മുറുക്കിയെടുത്ത് തന്റെ നിത്യജീവിതത്തിന് ആവശ്യമായ വകകൾ സന്തോഷത്തോടെ പങ്കിടുന്നതാണ് ഓരോ പൊതിച്ചോർ. അത് നിങ്ങളുടെ സർക്കാരിന്റെ ഭരണ ദൂർത്തുകളെ ന്യായീകരിക്കാനുള്ളതല്ല. നിങ്ങളുടെ സംഘടനയുടെ വടിവാളിൽ പറ്റിയ ചോര തുടയ്ക്കാനുള്ള വെള്ള തുണിയുമല്ല. ഈ ചിത്രത്തിൽ കാണുന്നത് പോലുള്ള പ്രഹസനം മനസ്സിലാക്കാൻ ശേഷിയില്ലാത്തവരാണ് പൊതുജനം എന്ന് ധരിക്കുന്നത് കുറെ അന്തം അടിമകളുടെ കയ്യടിയുടെ ഊർജമാണെങ്കിൽ അത് മാലിന്യത്തിൽ പൊതിയുന്ന ഈച്ചയുടെ ബാഹുല്യം പോലൊരു ഹാസ്യമാണ് എന്നത് മനസ്സിലാക്കുക.